എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങൾ ഒരു ദിവസം രാവിലെ തന്നെ ബാലി ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഒരു 10 പേര് ഇരിക്കുന്ന വാനിലാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ഫോൺ ഹാങ് ആയതുകൊണ്ട് മിക്ക ഫോട്ടോസും വീഡിയോസും എടുത്തതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അതായിരുന്നു സത്യം. എങ്കിൽ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു അതായത് കൈകൊണ്ട് പെയിൻറ്റ് ചെയ്ത് വിൽക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഓരോ പെയിൻറ്റിനും ഒരു ജീവനുള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നീട് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. പിന്നെ ഇത് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. അവർ ടൂത്ത് പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് പെയിൻറ്റ് ചെയ്യാൻ. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഈ പെയിൻറ്റിങ്സൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. അവരിങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്, എത്രയാണ് നിങ്ങൾ പറ അങ്ങനെ. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ടെമ്പിളിലേക്കാണ്. പക്ഷേ ആ ടെമ്പിളിൻ്റെ അകത്തോട്ട് ഞങ്ങളെ കയറ്റില്ല. കാരണം അവർ ബാലി സ്റ്റൈലിൽ തന്നെ ഡ്രസ്സ് ചെയ്യണമായിരുന്നു. ഈ കടലിനോട് തൊട്ടടുത്തിട്ടായിരുന്നു ടെമ്പിൾ ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അവിടെ ബാലി മൊത്തം നല്ല ചൂടായിരുന്നു. 2 കുരങ്ങന്മാരുടെ ശല്യവും ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ആ ടെമ്പിൾ ഒത്തിരി നടന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയ. പിള്ളേരൊക്കെ ക്ഷീണിച്ചു പോയി. പിന്നെ നേരെ പോയത് ബാലി സ്വിങ്ങിലേക്കാണ്. അത് ഭയങ്കര പറയാതിരിക്കാൻ പറയാൻ അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. സിസ്റ്ററിലും മോളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ കോസ്റ്റ്യൂമൊന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ഞാനത് നന്നായിട്ട് മുതലാക്കി. പിന്നെ ഞങ്ങൾ മറ്റൊരു അമ്പലത്തിലേക്കാണ് പോയത്. അത് നമ്മുടെ ഗംഗാ നദിയിൽ കുളിക്കുന്ന പോലെയുള്ള ഒരു സിസ്റ്ററായിരുന്നു. അവിടെ കുളിച്ചു കഴിഞ്ഞാൽ പാപം തീരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളും കുളിച്ചില്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. അതും കണ്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വോൾക്കാനോ ഇറപ്ഷൻ നടന്ന സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയപ്പോൾ ബാലിയിലെ ചൂടിന് നേരെ ഓപ്പോസിറ്റായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. വോൾക്കാനോ ഇറപ്ഷൻ നടന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കടലിൽ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിസോർട്ടിലെ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ട് പോയി. അവിടുന്ന് കടലിൽ നിന്ന് നേരെ അവരെടുക്കുന്ന വെള്ളമാണ് ആ സ്വിമ്മിംഗ് പൂളിലുള്ളത്. അത് നല്ല ചൂടായിരുന്നു. മോനെ ഇട്ടിരിക്കുന്ന പർപ്പിൾ കളറിലാണ് അവരുടെ മെയിൻ കോസ്റ്റ്യൂം ആണുങ്ങളുടേത്. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.